ഏവർക്കും ശുഭദായകമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ധർമ്മം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മം നമ്മൾ നിർവഹിക്കണം. അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. പക്ഷേ ഇന്നത്തെ ഈ നീചമായ ലോകത്തിൽ പലരും ധർമ്മത്തെ വെടിഞ്ഞുകൊണ്ടുള്ള കർമ്മത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനാന്യ ധർമ്മം നജമേ പ്രവർത്തി, ജ്ഞാനാമ്യ ധർമ്മം നജമേ നിവർത്തി എന്ന് ധൃതരാഷ്ട്രര് സ്വദുഃഖമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയാം, പക്ഷേ ആ ധർമ്മം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അധർമ്മം എന്താണെന്നും എനിക്കറിയാം, പക്ഷേ ആ അധർമ്മത്തിൽ നിന്ന് മുക്തരാകുവാനും എനിക്ക് കഴിയുന്നില്ല എന്ന് ധൃതരാഷ്ട്രർ പറഞ്ഞിട്ടുള്ള വാക്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ പൗരാണികമായുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കജൻ അനുഷ്ഠിച്ചിട്ടുള്ള ധർമ്മപരമായിട്ടുള്ള കർമ്മം ദേവന്മാരെ രക്ഷിക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള പ്രവൃത്തികൾ ഏവർക്കും പ്രചോദനകരമാണ്. അതുപോലെ ബൈബിളിൽ യോബിൻ്റെ പുസ്തകം എന്ന രീതിയിൽ യോബിൻ്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു പത്രോസ് ഐ വിൽ ബിൽഡ് ദ ചർച്ച് എന്ന് യേശുദേവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശിഷ്യന്മാരിൽ എന്തുകൊണ്ടും വളരെ പ്രധാനമല്ലാത്ത ജീവിത രീതി നയിച്ചുവെന്നായിരുന്നു പത്രോസ്. ഹീസ് എ മെൻ ഓഫ് ഫിഷർമാൻ ബൈ ലൈഫ് എന്ന് ബൈബിളിൽ പറയുന്നു. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം പുലർത്തുവാൻ നമ്മൾക്ക് കഴിയണം. മഹാഭാരത യുദ്ധം നടക്കുന്ന അവസരത്തിൽ ഓരോ ദിവസവും ആ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് തൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാൻ ദുര്യോധനൻ എത്തുമായിരുന്നു. മാതാവിൻ്റെ കാൽക്കലിൽ നിന്ന് അനുഗ്രഹം ചോദിക്കുന്ന ദുര്യോധനോട് തൻ്റെ മാതാവ് പറഞ്ഞത് യഥോ ധർമ്മസ്തതോ ജയ എന്നാണ്. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാകും. അതാണ് ഭാരതത്തിൻ്റെ പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതിയുടെ തന്നെ മോട്ടോ, സുപ്രീം കോടതിയുടെ ആപ്തവാക്യമായി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏവരും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മം ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കണം. ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മം ചെയ്യുമ്പോൾ പല പരീക്ഷണങ്ങളെയും നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ ശാശ്വതമായത് ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മം മാത്രമാണ്. എല്ലാവർക്കും നന്ദി. നമസ്തേ.